അമേരിക്ക ഇറാൻ സംഘർഷം വീണ്ടും രൂക്ഷമാകുന്നുവെന്ന സൂചനകൾക്കിടെ ഹോർമുസ് കടലിടുക്കിൽ നടന്ന പുതിയ സൈനിക ഏറ്റുമുട്ടൽ അന്താരാഷ്ട്ര തലത്തിൽ വലിയ ആശങ്കയ്ക്ക് ഇടയാക്കിയിരിക്കുകയാണ്. US നാവികസേനയുടെ യുദ്ധക്കപ്പലുകൾക്കെതിരെ ഇറാൻ ആക്രമണം നടത്തിയെന്ന റിപ്പോർട്ടുകൾക്ക് പിന്നാലെ ഇറാനിലെ പ്രധാന തുറമുഖങ്ങളായ ഖെഷം ദ്വീപും ബന്ദർ അബ്ബാസും ലക്ഷ്യമാക്കി അമേരിക്ക സൈനികാക്രമണം നടത്തിയതായി അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. അമേരിക്കൻ ഉന്നത ഉദ്യോഗസ്ഥന്റെ വെളിപ്പെടുത്തൽ പ്രകാരം വ്യാഴാഴ്ച രാത്രിയോടെയായിരുന്നു US സൈന്യം ഇറാന്റെ തെക്കൻ തുറമുഖ കേന്ദ്രങ്ങളിൽ തിരിച്ചാക്രമണം നടത്തിയത്. എന്നാൽ ഇത് യുദ്ധം വീണ്ടും ആരംഭിക്കുന്നതിന്റെയോ നിലവിലുള്ള വെടിനിർത്തൽ കരാർ അവസാനിക്കുന്നതിന്റെയോ സൂചനയല്ലെന്ന കാര്യവും അമേരിക്കൻ ഉദ്യോഗസ്ഥർ പ്രത്യേകം വ്യക്തമാക്കിയിട്ടുണ്ട്. ഹോർമുസ് കടലിടുക്കിലൂടെ ഗൾഫ് ഓഫ് ഒമാനിലേക്ക് സഞ്ചരിച്ചുകൊണ്ടിരുന്ന അമേരിക്കൻ നാവികസേനയുടെ 3 ഗൈഡഡ് മിസൈൽ ഡെസ്ട്രോയറുകൾക്ക് നേരെ ഇറാൻ ആക്രമണം നടത്തിയതായാണ് US സെൻട്രൽ കമാൻഡ് സെൻകോം ആരോപിക്കുന്നത്. ഈ ആക്രമണങ്ങൾ അമേരിക്കൻ സേന വിജയകരമായി തടഞ്ഞുവെന്നും തുടർന്ന് സ്വയം രക്ഷാ നടപടിയായി ഇറാന്റെ തുറമുഖ സൗകര്യങ്ങൾ ലക്ഷ്യമാക്കി തിരിച്ചടി ആക്രമണം നടത്തിയതായും സെൻകോം പ്രസ്താവനയിൽ പറഞ്ഞു. സംഭവത്തെക്കുറിച്ച് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും പ്രതികരിച്ചു. ട്രൂത്ത് സോഷ്യൽ പ്ലാറ്റ്ഫോമിലൂടെ പുറത്തിറക്കിയ പ്രസ്താവനയിൽ ലോകോത്തര ശേഷിയുള്ള 3 അമേരിക്കൻ ഡെസ്ട്രോയറുകൾ ഹോർമുസ് കടലിടുക്ക് സുരക്ഷിതമായി കടന്നുപോയി. ആക്രമണം ഉണ്ടായെങ്കിലും കപ്പലുകൾക്ക് കേടുപാടൊന്നും സംഭവിച്ചിട്ടില്ല. എന്നാൽ ഇറാനിയൻ ആക്രമണ സംഘങ്ങൾക്ക് വലിയ നാശനഷ്ടമുണ്ടായി എന്നാണ് ട്രംപ് അവകാശപ്പെട്ടത്. ഇറാന്റെ ആക്രമണ ബോട്ടുകൾ വേഗത്തിലും കൃത്യതയോടെയും കടലിന്റെ അടിത്തട്ടിൽ എത്തിക്കപ്പെട്ടു എന്നും ട്രംപ് കൂട്ടിച്ചേർത്തു. അതേസമയം ഖെഷം ദ്വീപിനും ബന്ദർ അബ്ബാസിനുമേലുള്ള ആക്രമണങ്ങൾക്ക് പിന്നിൽ മറ്റൊരു പശ്ചാത്തലവും ഉണ്ടെന്നാണ് റിപ്പോർട്ടുകൾ. 2 ദിവസം മുമ്പ് UAE ഫുജൈറ തുറമുഖത്തെ ലക്ഷ്യമാക്കി ഇറാൻ 15 ബാലിസ്റ്റിക് ക്രൂയിഡ് മിസൈലുകൾ പ്രയോഗിച്ചുവെന്നാണ് അമേരിക്കൻ മാധ്യമങ്ങളുടെ റിപ്പോർട്ട്. എന്നാൽ ആ ആക്രമണത്തെ വെടിനിർത്തൽ ലംഘനമാക്കി കണക്കാക്കാനാവില്ലെന്നായിരുന്നു പെന്റഗണിലെ ചില ഉന്നത ഉദ്യോഗസ്ഥരുടെ വിലയിരുത്തൽ. ഗൾഫ് മേഖലയിൽ വീണ്ടും സംഘർഷാവസ്ഥ ശക്തമാകുന്ന സാഹചര്യത്തിൽ അന്താരാഷ്ട്ര സമൂഹം അതീവ ജാഗ്രതയോടെയാണ് സംഭവവികാസങ്ങൾ നിരീക്ഷിക്കുന്നത്. ലോകത്തിലെ ഏറ്റവും നിർണായകമായ എണ്ണക്കടത്ത് പാതയായ ഹോർമുസ് കടലിടുക്കിൽ സൈനിക സംഘർഷം ശക്തി പ്രാപിക്കുന്നത് ആഗോള സാമ്പത്തിക മേഖലയെയും എണ്ണവിലയെയും ഗൗരവമായി ബാധിക്കാമെന്ന ആശങ്കയും ഉയരുന്നുണ്ട്. ന്യൂസ് ഡെസ്ക് കൊട്ടാരക്കര മീഡിയ.